കാനഡ ഇന്ത്യയുമായിട്ട് നയതന്ത്ര പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ തന്നെ വച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ്. കാലങ്ങളായി, ഏതാണ്ട് 1-2 വർഷങ്ങളായിട്ടാണ് ഈ സ്ഥിതി വഷളായത്. ഈ പഞ്ചാബിനെ വെട്ടിമുറിച്ച് ഖലിസ്ഥാൻ രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഖലിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് കാനഡ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. കാരണം ഈ സിഖ് വിഘടനവാദികൾക്ക് കനഡിയൻ സർക്കാരിൽ ഒക്കെ തന്നെ വലിയ ഹോൾഡാണ്, വലിയ തോതിലുള്ള ഒരു ബന്ധമുണ്ട് കനഡിയൻ സർക്കാരുമായിട്ട്. അതുപോലെ അനവധി പേരുണ്ട്. ഇവർക്ക് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. അങ്ങനെ ഈ ഖലിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് കാനഡ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ത്യക്ക് നന്നായിട്ടറിയാം. ഇന്ത്യ അതിശക്തമായ എതിർപ്പുമൊക്കെ രേഖപ്പെടുത്തുന്നു. ഇത്തരം ഖലിസ്ഥാൻ ഭീകരവാദികളെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കാര്യങ്ങൾ വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ ഇന്ത്യ കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കാനഡയുടെ ആഭ്യന്തര കാര്യം ഖലിസ്ഥാൻ ഭീകരവാദമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇടപെടുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇപ്പോൾ കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസ് CSIS കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലുകളും ചാരവൃത്തിയും നടത്തി എന്നാണ് CSIS കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഇനിയും തുടരും. അതായത് ഈ ഇടപെടലും ഇത്തരം ചാരവൃത്തികളും രഹസ്യാന്വേഷണ നീക്കങ്ങളും ഒക്കെ തന്നെ ഇന്ത്യ തുടരും എന്ന് തന്നെയാണ് ഇന്ത്യ സധൈര്യം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രീതിയിൽ അന്യരാജ്യത്ത് പോയിരുന്ന് ഈ ഖലിസ്ഥാൻ ഭീകരവാദികൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ കനേഡിയൻ സർക്കാരുകൾ ചെയ്യുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരുമൊക്കെ ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് സർക്കാരിനെ നിലനിർത്താൻ വേണ്ട പിന്തുണ ഈ ഖലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്നുണ്ടാകുന്നു. അത്തരം പോക്കറ്റുകൾ, അത്തരം കോക്കസുകൾ ഒക്കെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ഈ സിഖ് സംഘം കാനഡയിലെത്തുന്നത്. ഡ്രൈവർമാരായി തുടങ്ങി ഇപ്പോൾ കാനഡയുടെ ഭരണ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇവർ അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ വിഘടിപ്പിക്കാൻ, ഇന്ത്യയെ തകർക്കാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുകയാണ് കാനഡ ചെയ്യുന്നത്. അത് ഇന്ത്യ ശക്തമായി എതിർക്കും. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് എന്നൊക്കെ ഇന്ത്യയുടെ IBയും റോയും പോലുള്ള ഏജൻസികൾ അന്വേഷിക്കും, കണ്ടെത്തും. കൃത്യമായ നടപടികൾ ഉണ്ടാകും. അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന നടപടികൾ ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അവനവൻ ഇത്തരത്തിലുള്ള ചീഞ്ഞു നാറിയ ഇടപാടുകൾ നടത്തിയിട്ട് മറ്റൊരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സ്വന്തം രാജ്യത്ത് പിന്തുണ കൊടുത്തിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നതിനോട് സമാനം തന്നെയാണ്. ഇന്ത്യയെ തകർക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കും തീവ്രവാദികൾക്കും എല്ലാ പിന്തുണയും കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അതുപോലെ തന്നെയാണ് ഈ കാനഡയും ചെയ്യുന്നത് എന്നത് അത്യന്തം ഖേദകരമാണ്. ധാരാളം ഇന്ത്യക്കാർ കാനഡയിലേക്കൊക്കെ തന്നെ ഓടിപ്പോകുന്നുണ്ട്. ഇന്ത്യക്കാരെ ഇപ്പോഴും അവർക്ക് വേണം. കാരണം പല ജോലികൾക്കും സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഇന്ത്യക്കാരെ അവർക്ക് വേണം. അവിടെ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ തൽക്കാലം പ്രതിസന്ധിയൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരെ തന്നെ അവിടെ മൂന്നാംകിട പൗരന്മാരായി കാണുകയും അവിടെ പൗരത്വമുള്ളവരെ പോലും അവിടെ പലയിടത്തും ഒഴിവാക്കി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന നടപടികൾ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഒരു രാജ്യത്തിൻ്റെ വിഷയത്തെ ബാധിക്കുന്ന തരത്തിൽ, ഒരു രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന തരത്തിൽ മറ്റൊരു രാജ്യം അവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നവർക്ക്, ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നു. അതിന് ഇവിടെ ഇന്ത്യ ഇടപെടുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇന്ത്യ ഇടപെടുക തന്നെ ചെയ്യും. ലോകരാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യക്കൊപ്പമാണ്. വിഘടനവാദവും ഇതുപോലെ സിഖ് ഭീകരവാദവും ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. നല്ല സിഖ് വംശജരായ ആളുകൾ ധാരാളം പേർ പഞ്ചാബിൽ താമസിക്കുന്നുണ്ട്. ഈ കാനഡയിൽ പോയി താമസിക്കുന്നവർ മാത്രമാണ് ഇത്തരം ഖലിസ്ഥാൻ ഭീകരവാദം മുന്നോട്ട് വയ്ക്കുന്നത്, വിഘടനവാദം മുന്നോട്ട് വയ്ക്കുന്നത്. അതവിടെ അരക്കിട്ടുറപ്പിക്കുന്നതിലും അതവിടെ വലിയ പ്രശ്നങ്ങളാക്കുന്നതിലുമൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു. അതിനൊക്കെ കാനഡ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു. എന്നിട്ട് ഇന്ത്യ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ആഭ്യന്തര കാര്യത്തിൽ അത് പറയുന്നു, ഇത് പറയുന്നു, ചാരപ്രവൃത്തി നടത്തുന്നു എന്നൊന്നും പറഞ്ഞ് ബഹളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം കാനഡ ഓർത്താൽ നന്നായിരിക്കും.